കഴിഞ്ഞ 24 മണിക്കൂറിൽ ട്രംപിന് ഇറാനിൽ നിന്ന് കിട്ടിയിരിക്കുന്ന തിരിച്ചടി ചെറുതൊന്നുമല്ല. ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഒരുപക്ഷെ അമേരിക്കയുടെ ഒരു കറുത്ത ദിനമായിരിക്കും കഴിഞ്ഞു പോയിട്ടുണ്ടാവുക. 3 യുദ്ധവിമാനങ്ങൾ, 2 ഹെലികോപ്റ്ററുകൾ, ഇതെല്ലാം തകർത്തിരിക്കുന്നത് ഒരേ ദിവസമാണ്. നമുക്കറിയാം, F-15 എന്നറിയപ്പെടുന്ന യുദ്ധവിമാനം തകർത്തു. അതിലുള്ള ഒരു പൈലറ്റിനെ രക്ഷപ്പെടുത്താൻ അമേരിക്കയ്ക്ക് സാധിച്ചു. അതേസമയം രണ്ടാമത്തെ പൈലറ്റ് എവിടെയാണെന്ന കാര്യം വ്യക്തമല്ല. ഈ പൈലറ്റ് ഉണ്ടായേക്കാവുന്ന ഭാഗം ഇപ്പോൾ ഇറാൻ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ ശക്തമായ തെരച്ചിൽ നടത്തുകയാണ്. എന്നാൽ ഈ പൈലറ്റിനെ കണ്ടെത്താൻ വേണ്ടി നടത്തിയ തെരച്ചിലിനിടയിൽ അമേരിക്കയുടെ 2 ബ്ലാക്ക് ഹോക്ക് എന്നറിയപ്പെടുന്ന ഹെലികോപ്റ്ററുകളാണ് ഇറാൻ തകർത്തിരിക്കുന്നത്. അതിലുള്ള ജീവനക്കാരെല്ലാം സുരക്ഷിതമാണ് എന്നാണ് അമേരിക്ക പറയുന്നത്. അതുപോലെ തന്നെ പൈലറ്റിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയതായിരുന്നു A-10 എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ മറ്റൊരു വിമാനം. ഈ വിമാനത്തിലെയും ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർത്തിരിക്കുകയാണ്. അവിടെയും ഉദ്യോഗസ്ഥർ സുരക്ഷിതമാണ് എന്നാണ് അമേരിക്ക പറയുന്നത്. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളും അതുപോലെ തന്നെ A-10 യുദ്ധവിമാനങ്ങളും ഒക്കെയാണ് കരയുദ്ധത്തിൽ അമേരിക്കൻ സൈനികർക്ക് എയർ സപ്പോർട്ട് നൽകേണ്ടത്. ഇതിനെയാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമായ രീതിയിൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു വലിയ സൂചനയാണ് അമേരിക്കക്ക് നൽകുന്നത്. ഇറാന്റെ മണ്ണിലേക്ക് കരസൈന്യത്തെ ഇറക്കാൻ ഒരിക്കലും അമേരിക്കക്ക് സാധ്യമല്ല. അങ്ങനെ ഒരു കാര്യം നടന്നാൽ നിങ്ങളുടെ സൈനികരുടെ ശവപ്പറമ്പായിരിക്കും ഇറാൻ എന്ന് ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. കാരണം ഇറാനിൽ ഒരു എയർ സപ്പോർട്ട് ഇല്ലാതെ കരയുദ്ധം നടത്തുക എന്നത് പോസിബിൾ ആയ കാര്യമല്ല. അത് സൈനികരുടെ നാശത്തിലേക്ക് എത്തിക്കുകയുള്ളൂ. അതിനുവേണ്ടി സപ്പോർട്ട് നൽകേണ്ട സംവിധാനങ്ങളെയാണ് ഇറാൻ ഇപ്പോൾ തകർത്ത് കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ 100% ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, പൂർണ്ണമായും വർക്ക് ചെയ്യുന്നു എന്നുകൂടെ അമേരിക്കക്ക് ഇതിലൂടെ ഒരു സൂചന നൽകിയിരിക്കുകയാണ്. അമേരിക്കക്ക് ഇതുവരെ ഇറാന്റെ ഡിഫൻസ് സംവിധാനങ്ങളെ തകർക്കാൻ സാധിച്ചിട്ടില്ല എന്ന വ്യക്തമായ ഒരു സന്ദേശം ഇറാൻ ലോകത്തിന് നൽകിയിരിക്കുകയാണ്. ഈ ആക്രമണങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും അമേരിക്കൻ പ്രസിഡന്റ് ഒരു സമയം നിശ്ചയിച്ചുകൊണ്ട് ലോകത്തെ അഭിസംബോധന ചെയ്തിരുന്നു. അതിൽ ഇറാന് വലിയ രൂപത്തിലുള്ള താക്കീത് നൽകിയിരുന്നു. ഇറാന് വരും ദിവസങ്ങളിൽ കാത്തിരിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ സംഭാഷണം ട്രംപ് നടത്തിയത്. എന്നാൽ ഈ പ്രസ്താവനകൾ നടത്തിയ ഉടനെയാണ് ഈ നീക്കങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് എന്നത് ഏറ്റവും പ്രസക്തമാണ്. ട്രംപ് പറഞ്ഞത് ഇറാൻ തീർന്നു എന്നാണ്. ഇറാനിൽ ഇനി ലക്ഷ്യങ്ങളൊന്നും നേടിയെടുക്കാനില്ല, ഞങ്ങൾ അവരെ തീർത്തു കളഞ്ഞു എന്നാണ്. അതിന് പിന്നാലെയാണ് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളുടെ ശവപ്പറമ്പാക്കി ഇറാന്റെ ഭൂമിയെ അവർ മാറ്റിയിരിക്കുന്നത്. എന്തായിരുന്നാലും കരയുദ്ധം എന്നത് ഇറാനിൽ പോസിബിൾ അല്ല എന്ന് ഇപ്പോൾ ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നീലഗിരിയിലെ പാടന്തര മർക്കസിന് കീഴിൽ കേരള ചരിത്രത്തിൽ ഇന്നുവരെ നടക്കാത്ത അത്രയും വലിയ ഒരു സമൂഹ വിവാഹം നടക്കുന്ന വിവരം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. 850 ആളുകൾക്കാണ് ഇവിടെ സൗജന്യ വിവാഹം നടത്തി കൊടുക്കുന്നത്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ദമ്പതിമാർക്കുള്ള വസ്ത്രം, അതുപോലെ വിവാഹ ചെലവ്, അതുപോലെ സ്ത്രീകൾക്കുള്ള സ്വർണ്ണാഭരണം, അതോടൊപ്പം തന്നെ ആ പുരുഷന്മാർ നൽകുന്ന മഹർ, അവരുടെ ഭക്ഷണമടക്കം എല്ലാ ചെലവുകളും വഹിച്ചുകൊണ്ടാണ് ഈ ഒരു ദൗത്യം നിർവഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു സാമൂഹ്യ ഉത്തരവാദിത്തമാണ് എന്ന നിലയിൽ നമ്മൾ എല്ലാവരും ഇതിന്റെ ഒരു പങ്കാളികളാകാൻ ശ്രമിക്കുക. ഇപ്പോൾ അതിന്റെ പേര് നടക്കുന്ന 850 രൂപ ചലഞ്ചിൽ നമ്മൾ എല്ലാവരും, നാളെയാണ് ഈ സംഭവം നടക്കുന്നത്, അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മൾ ഈ സംഭാവന നൽകിയെന്ന് ഉറപ്പുവരുത്തുക. ഈ ഒരു ധർമ്മത്തിൽ നമ്മൾ കൂടെ പങ്കെടുക്കുന്നതിലൂടെ നമ്മളൊരു വലിയ സേവനത്തിന്റെ ഭാഗമാകുമെന്നതിൽ സംശയമില്ല.